ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സമയക്രമം പിന്നീട് പ്രഖ്യാപിക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. പുതുക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷന് കടക്കുവാൻ കഴിയും. 2020 ഡിസംബർ 21 നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത്. ആ കമ്മിറ്റികളുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ 20 മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ അധികാരങ്ങളാണ് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR ആയിരുന്നു ഒരു ചർച്ചാ വിഷയമായി നിന്നത്. അപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന് വേണോ കരുതാൻ? ഇപ്പോൾ തീയതികൾ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് അടക്കം എത്തുമ്പോൾ സുജയ പാർവതി, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അത് അന്തിമഘട്ടത്തിലാണ്. നവംബർ ഡിസംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അല്പസമയം മുമ്പാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് തന്നെ കാണാം. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഒക്ടോബർ അവസാന ദിവസമാണ്. ആ ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കണമെന്ന് കൃത്യമായി അവിടെ നോട്ടീസ് ബോർഡിൽ അവിടെ ഡേ ബൈ ഡേ ആയി അവർ ഒരു കൌണ്ടിംഗ് തന്നെ തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ. അതിനിടയിലാണ് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നീട്ടിവെക്കണമെന്ന ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ കൂടിക്കാഴ്ച. ഇന്നലെ തന്നെ രത്തൻ ഗേൽക്കർ ഇത് സംബന്ധിച്ച ഒരു കത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് നീങ്ങാൻ പാടില്ല എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം നടത്താൻ അത്ര എളുപ്പമാകില്ല, അത് പ്രായോഗികമാകില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞത്. സമാനമായ ഒരു അഭിപ്രായം തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ളത്. കാരണം രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ അത് കൃത്യമായി നടത്താൻ കഴിയില്ല, വലിയ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് കേന്ദ്ര കമ്മീഷന് മുന്നിലേക്ക് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. സ്വാഭാവികമായും അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. ഡിസംബർ 20 മുമ്പ് ഭരണസമിതി അധികാരത്തിലെത്തുന്ന രീതിയിലാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്യുന്നത്. ഏറെ വൈകാതെ തന്നെ അതിന്റെ സമയക്രമം പ്രഖ്യാപിക്കും. അതേപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമവും അധികം താമസിയാതെ തന്നെ പ്രഖ്യാപിച്ചേക്കും. റോഷിപാൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം അതാണ് ഞാൻ നേരത്തെ കണക്ട് ചെയ്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇപ്പോൾ ഇക്കാര്യത്തിൽ കത്ത് നൽകി കഴിഞ്ഞു. സുജയ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗേൽക്കർക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൈമാറിയിട്ടുണ്ട്. ഈ കത്തുകൂടി പരിഗണിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗേൽക്കർ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇനി ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഒന്ന്, ഈ സംസ്ഥാനത്ത് മാത്രമല്ല ചില സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമടക്കം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം BLOമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വേണം. ഇതേ BLOമാർ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പല ചുമതലകളുമുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ തഹസിൽദാർമാർ, ഇവർക്കൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട്. ഇവർ തന്നെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെയും ചുമതല നിർവഹിക്കേണ്ടത്. അത് വലിയ തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കും.
ഇതാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ച ഒരു പ്രധാന മുന്നറിയിപ്പ്. ഓക്കെ റോഷിപാൽ